ഇവിടുത്തെ ജയിലിൽ നിന്നാണ് ഞാൻ അയാളെ പരിചയപ്പെടുന്നത്. ജയിലിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലേക്ക് കയറ്റേക്കാൻ. ഇയാൾ ബോംബെയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നാട്ടിൽ പോകണം, കയ്യിൽ 5 പൈസയില്ല. മുംബൈ വിമാനത്താവളത്തിൻ്റെ പുറത്ത് അയാളിങ്ങനെ നിസ്സംഗമായിട്ടിരിക്കുകയാണ്. പലരോടും ചെന്ന് കൈനീട്ടി, പക്ഷേ ഇയാളുടെ ഈ രൂപവും ആരോഗ്യം കണ്ടിട്ട് ആരും ഒന്നും സഹായിച്ചില്ല. അങ്ങനെ ഒരു മലയാളി ഫാമിലി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം അവരോട് ചെന്നിട്ട് നാട്ടിലേക്ക് പോകാൻ സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അവര് ഇയാളെ ഉപദേശിക്കുകയാണ്, അത്രയും തടിയും തണ്ടും ഒക്കെ ഉണ്ടല്ലോ, ജോലി ചെയ്ത് ജീവിച്ചൂടെ, എന്തിനാ യാചിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇയാൾക്ക് വല്ലാണ്ട് ജാല്യതയുണ്ട്. ഇയാള് കുറെ നേരം ദൂരെ മാറി നിന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴായിട്ട് ഇയാളെ കുറിച്ച് ചെയ്ത വാർത്തകളുടെ കട്ടിങ് ഇയാളുടെ പെട്ടിയിലുണ്ടായിരുന്നു. ആ കട്ടിങ്ങുകൾ കൊടുത്തിട്ട് ഈ മനുഷ്യനെ കൊടുത്തു. അദ്ദേഹം അവരത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിക്കൂ, ഇതെന്നെ കുറിച്ച് വന്ന വാർത്തകളാണ്. അവരത് വായിക്കുകയും ഇയാൾ എന്താണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അവർ ചെയ്തത് ഇയാളോട് വന്ന് മാപ്പ് പറയുകയും ഇയാൾക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തു, ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അയാൾക്ക് ചില സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിലേക്ക് ഇയാൾക്ക് ഒരു ജോലി കൊടുക്കാനും അവർ തയ്യാറായി. മറക്കില്ല ഞാൻ ഈ പ്രവാസം.